ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് ഇവിടെ എന്ന് വെച്ചാൽ NDA എക്സാമിനേഷന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നിങ്ങളെല്ലാവരും NDA എക്സാമിനേഷന് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കണിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം, വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.upsc.nic.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇനി നമുക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. അപേക്ഷിക്കാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് ഈ ഒരു ആർട്ടിക്കിളിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു ആർട്ടിക്കിൾ ഉപയോഗപ്പെടുത്തുക. ഈ ഒരു ആർട്ടിക്കിളിൻ്റെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഈ ഒരു ആർട്ടിക്കിളിലെ അപ്ലൈ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് UPSCയുടെ വെബ്സൈറ്റ്. ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് NDA എക്സാമിനേഷന് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലൂടെ ഇനി എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് നോക്കാം. UPSCയുടെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ഉള്ളവർക്ക് മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് അവിടെ നിങ്ങൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടെ എന്തൊക്കെ ഡീറ്റെയിൽസാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഇതിൽ ഒന്നാമതായിട്ട് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ പേരാണ്. അപ്പോൾ നിങ്ങളുടെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ പേര് വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ഫുൾ നെയിം ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ ഫുൾ നെയിം എഴുതുക. ഇത് ഓപ്ഷണൽ ആയിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഫുൾ നെയിം വേണമെങ്കിൽ എഴുതിയാൽ മതി. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ ജെൻഡർ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ജെൻഡർ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം അടുത്തായിട്ട് നിങ്ങളുടെ ഫാദേഴ്സ് അതുപോലെ തന്നെ മദേഴ്സ് നെയിമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫാദറിൻ്റെയും മദറിൻ്റെയും പേര് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ അത് രണ്ടും വെരിഫൈയും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ മൈനോറിറ്റി സ്റ്റാറ്റസ് ആണ്. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും മൈനോറിറ്റി ഗ്രൂപ്പിലാണ് പെടുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ അത് ഏത് കമ്മ്യൂണിറ്റിയാണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറാണ്. അപ്പോൾ വാലിഡ് ആയിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ നിങ്ങളുടെ ആൾട്ടർനേറ്റീവ് മൊബൈൽ നമ്പറാണ്. അപ്പോൾ അത് ഉള്ളവർ മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം അടുത്തായിട്ട് ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു ഇമെയിൽ ID അവിടെ നൽകുക. അതിനുശേഷം തൊട്ടടുത്ത ആൾട്ടർനേറ്റീവ് ഇമെയിൽ ID ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഇമെയിൽ ID ഉള്ളവർ അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തതായിട്ട് നിങ്ങളുടെ ബോർഡ് എക്സാമിനേഷൻ റോൾ നമ്പറാണ്. അതായത് 10ാം ക്ലാസ്സിലെ ബോർഡ് എക്സാമിനേഷൻ്റെ റോൾ നമ്പറാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ആണ്. അവിടെ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് രണ്ടും ജസ്റ്റിൽ ഏതെങ്കിലും ഒരെണ്ണം ടിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തെറ്റാതെ തന്നെ ആ ഒരു കോളത്തിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്തതിൻ്റെ ഒരു പ്രിവ്യൂ ആണ് ഇവിടെ കാണാൻ സാധിക്കാം. ഈ സെക്ഷൻ്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ വെരിഫൈ ചെയ്യാനാണ്, അതായത് നിങ്ങളുടെ മൊബൈൽ നമ്പറും ഇമെയിൽ IDയും വെരിഫൈ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇമെയിൽ IDയിലേക്കും അതുപോലെ തന്നെ മൊബൈൽ നമ്പറിലേക്കും വന്നിട്ടുള്ള OTP ഇവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. രണ്ടിലുള്ള OTPയും എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ 2 OTPയും ഈ ഒരു സെക്ഷനിൽ എൻ്റർ ചെയ്യുക. അതിനുശേഷം വെരിഫൈ OTP എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ വൺ ഡേ രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുള്ളത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ പ്രിൻ്റ് ഔട്ടും എടുക്കാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ വീണ്ടും മെയിൻ പേജിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ഉപയോഗിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ IDയിലേക്ക് അല്ലെങ്കിൽ മൊബൈൽ നമ്പറിലേക്ക് വന്നിട്ടുള്ള പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് അതിൽ ഗെറ്റ് OTP കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്ന OTP ഉപയോഗിച്ച് നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ വൺ ടൈം രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ നൽകിയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് പുതിയൊരു പാസ്വേഡ് നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പാസ്വേഡ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ഒരു പാസ്വേഡ് കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. ഇതാണ് UPSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് പ്രൊഫൈൽ. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നിങ്ങൾ ND എക്സാമിനേഷന് അപ്ലൈ ചെയ്യേണ്ടത്. അപേക്ഷിക്കുന്നതിനായിട്ട് മുകളിൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഫസ്റ്റ് തന്നെ നാഷണൽ ഡിഫൻസ് അക്കാഡമി ആൻഡ് നേവൽ അക്കാഡമി എക്സാമിനേഷൻ. അപ്പോൾ അതിൻ്റെ പാർട്ട് 1 അതുപോലെ തന്നെ പാർട്ട് 2 രജിസ്ട്രേഷൻ നിങ്ങൾക്ക് അതിൻ്റെ വലത്തെ സൈഡിൽ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും പാർട്ട് 1ഉം അതുപോലെ തന്നെ പാർട്ട് 2ഉം കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും ND എക്സാമിനേഷൻ്റെ ആപ്ലിക്കേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതല്ല നിങ്ങൾ പാർട്ട് 1 രജിസ്ട്രേഷൻ മാത്രമാണ് കംപ്ലീറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുന്നതല്ല. ഒരുപാട് പേരും ഇത്തരത്തിലുള്ള തെറ്റുകൾ ആവർത്തിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, പാർട്ട് 1 രജിസ്ട്രേഷനും പാർട്ട് 2 രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് പാർട്ട് 1 രജിസ്ട്രേഷൻ്റെ ആ ഒരു ബോക്സിൻ്റെ താഴത്തേക്ക് വരുമ്പോൾ ക്ലിക്ക് ഹിയർ ടു പാർട്ട് 1 എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ യെസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങൾ നേരത്തെ കൊടുത്തിട്ടുള്ള പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇത് താഴത്തേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എക്സാമിനേഷൻ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അവിടെ നിങ്ങളുടെ നാഷണാലിറ്റി സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മാരേജിൽ സ്റ്റാറ്റസും സെലക്ട് ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റിയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കമ്മ്യൂണിറ്റി അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഫീസ് റെമിഷൻ അലൗഡ് ആണോ എന്നാണ്, അതായത് ഫീസ് റിലാക്സേഷൻ ഉള്ളവർ ആണോ എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അവിടെ സെലക്ട് ചെയ്യുക. പാസ്ഡ് ആണെങ്കിൽ പാസ്ഡ് സെലക്ട് ചെയ്യുക. അപ്പിയറിംഗ്, അതായത് +2 പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവിടെ അപ്പിയറിംഗ് നൽകേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ അഡ്രസ്സ് അവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ സ്റ്റേറ്റ്, ഡിസ്ട്രിക്റ്റ്, സിറ്റി, പിൻകോഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഓഫീസായിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ വീണ്ടും നിങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ ID കാർഡ് ഏതാണോ ആ ഒരു ID കാർഡ് അവിടെ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് വോട്ടർ ID, ഡ്രൈവിംഗ് ലൈസൻസ്, അതുപോലെ തന്നെ ആധാർ കാർഡ്, സ്കൂൾ ID കാർഡ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം അവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിലേതാണോ നിങ്ങളുടെ കയ്യിലുള്ള ഫോട്ടോ ID കാർഡ് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഫോട്ടോ ID കാർഡിൻ്റെ നമ്പർ അവിടെ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം തൊട്ട് താഴെ ആ ഒരു നമ്പർ കൺഫേമും ചെയ്തിരിക്കേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ നിങ്ങളുടെ പ്രിഫറൻസ് ആണ് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് ഓരോ ഫോഴ്സിൻ്റെ അവിടെ നിങ്ങൾക്ക് 1, 2, 3, 4 എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവിടെ പ്രിഫറൻസ് നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത്തരത്തിൽ പ്രിഫറൻസ് നൽകുക. അതുപോലെ തന്നെ എയർഫോഴ്സിലേക്ക് പ്രിഫറൻസ് നൽകുമ്പോൾ അവിടെ നിങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നിങ്ങൾ ഫിൽ ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ വെദർ സ്റ്റുഡൻറ്റ് ഓഫ് സൈനിക് മിലിറ്ററി സ്കൂൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മിലിറ്ററി സ്കൂളിലെ സ്റ്റുഡൻ്റ് ആണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ളവർ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ GSCO അല്ലെങ്കിൽ മിലിറ്ററി സ്കൂളിലാണോ പഠിക്കുന്നത് എന്നാണ്. അപ്പോൾ അത്തരത്തിലുള്ളവർ അവിടെ എസ് എന്ന് എടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് എടുക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഇങ്ങനെ വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ്. അപ്പോൾ ഇതെല്ലാം വെരിഫൈ ചെയ്യേണ്ടതാണ്. എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതല്ല എല്ലാം കറക്റ്റാണ് എങ്കിൽ താഴത്തേക്ക് വരുമ്പോൾ അവിടെ ഒരു ക്യാപ്ച കോഡ് കാണാൻ സാധിക്കുന്നതാണ്. ആ ഒരു ക്യാപ്ച കോഡ് തൊട്ടടുത്ത കോളത്തിൽ തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ഐ എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫർമേഷൻ ചോദിക്കുന്നതാണ്. അപ്പോൾ അതിൽ ഓക്കെ കൊടുക്കുക.
അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇത്തരം കാര്യങ്ങൾ ചെയ്തപ്പോൾ നിങ്ങൾ പാർട്ട് 1 രജിസ്ട്രേഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നതാണ്. ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് നിങ്ങൾ പാർട്ട് 2 രജിസ്ട്രേഷൻ ആണ്. അതിനായിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിലെ UPSCയുടെ പ്രൊഫൈലിലെ മെയിൻ പേജിലേക്ക് പോകേണ്ടതാണ്. അതിനായിട്ട് നിങ്ങൾക്ക് വലത്തേ സൈഡിൽ എളുപ്പത്തിൽ പോകാനായിട്ട് വലത്തേ സൈഡിൽ ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഹോം പേജിലേക്ക് പോകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നതാണ് ND എക്സാമിനേഷൻ്റെ വലത്തേ സൈഡിലായിട്ട് പാർട്ട് 2 രജിസ്ട്രേഷൻ. ഇപ്പോൾ അത് നിലവിൽ എനേബിൾ ആയിട്ടാണ് കാണാൻ സാധിക്കുക. പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്താൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് പാർട്ട് 2 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പാർട്ട് 2-ൽ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. ഒന്നാമതായിട്ട് വരുന്നത് ഫീസാണ്. അതിനുശേഷം നിങ്ങളുടെ ഫോട്ടോ, സിഗ്നേച്ചർ, അതുപോലെ തന്നെ ഫോട്ടോ ID കാർഡ്, അതിനുശേഷം ചെറിയൊരു ഡിക്ലറേഷൻ. അങ്ങനെ 3 കാര്യങ്ങളാണ് പാർട്ട് 2-ൽ വരുന്നത്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ നിങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കേണ്ടാത്ത കാൻഡിഡേറ്റ്സിന് പാർട്ട് 2-ൽ ഫീസിൻ്റെ സെക്ഷൻ വരുന്നതല്ല. ഫീസ് ജനറൽ കാൻഡിഡേറ്റ്സ് അതുപോലെ തന്നെ OBC കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. നിലവിൽ ഈ ഒരു സെക്ഷനിൽ ഫീസിൻ്റെ കാര്യം ഇവിടെ സ്കിപ്പ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ട കാൻഡിഡേറ്റ്സ് നിർബന്ധമായിട്ടും ഫീസ് അടയ്ക്കേണ്ടതാണ്. ഫീസ് അടച്ച ശേഷം നിങ്ങൾ വീണ്ടും ഹോം പേജിലേക്ക് വരേണ്ടതുണ്ട്. ഹോം പേജിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ ഫീസ് അടയ്ക്കേണ്ടാത്ത കാൻഡിഡേറ്റ്സ് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി അടുത്തായിട്ട് വരുന്നത് ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചർ, ഫോട്ടോ, ID കാർഡ് തുടങ്ങിയ 3 കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് വലത്തേ സൈഡിൽ. അപ്പോൾ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങളും ഈ ഒരു സെക്ഷനിൽ അപ്ലോഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്ലോഡ് ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ള സൈസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഫോട്ടോ, ID കാർഡ് ഒഴികെ മറ്റ് 2 ഡോക്യുമെൻറ്റും JPG ഫോർമാറ്റിലായിരിക്കേണ്ടതാണ്. ഫോട്ടോ, ID കാർഡ് PDF ഫോർമാറ്റിലും ആയിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ 3 ഡോക്യുമെൻറ്റും 20 KB കൂടുതൽ ഉണ്ടായിരിക്കേണ്ടതാണ്. 300 KB ഇടയിലും ആയിരിക്കേണ്ടതാണ്. എല്ലാ കാര്യങ്ങളും അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് അപ്ലോഡ് ഇമേജ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കാം. അപ്പോൾ നിങ്ങളുടെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് അപ്ലോഡ് ചെയ്ത ഇമേജിൻ്റെ. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് എക്സാം സെൻറ്റർ ആണ്. അപ്പോൾ എക്സാം സെൻറ്റർ നിങ്ങൾ സെലക്ട് ചെയ്യുക. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. കേരളത്തിൽ 3 സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് എക്സാം സെൻറ്റർ ഉണ്ടാവുക. തിരുവനന്തപുരം, എറണാകുളം, അതുപോലെ തന്നെ കോഴിക്കോട് തുടങ്ങിയ 3 സ്ഥലങ്ങളിൽ എക്സാം സെൻറ്റർ ഉണ്ടായിരിക്കുന്നതാണ്. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിക്ലറേഷനാണ്. അപ്പോൾ ഈ ഒരു ഡിക്ലറേഷൻ നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം താഴത്തേക്ക് വരുമ്പോൾ ഐ ഹാവ് റീഡ് ആൻഡ് എഗ്രി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ഇന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തപ്പോൾ പാർട്ട് 2 രജിസ്ട്രേഷനും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് ND എക്സാമിനേഷന് അപേക്ഷിക്കേണ്ട ശരിയായ രീതിയും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് തന്നെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസും ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.